നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളോട് പറയാനായിട്ടുള്ളത് സന്തോഷകരമായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹമുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് കേട്ടോ. നമ്മളെല്ലാവരും നാരായണീയം പകർത്തി എഴുതിയിട്ട് ഭഗവാനെ സമർപ്പിക്കുന്ന ദിവസമായിരുന്നു ഈ കഴിഞ്ഞ തിങ്കളാഴ്ച. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വളരെ ഭംഗിയായിട്ട് ഭഗവാന് മുന്നിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചു. ആ ഒരു ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു കേട്ടോ. പലരും അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കേണ്ടായി. അപ്പോൾ ഇനിയും നാരായണീയം പകർത്തി എഴുതുകയും അതേപോലെ തന്നെ ഭഗവാനെ എത്രത്തോളം തരത്തിൽ നമുക്ക് സേവിക്കാനായിട്ട് സാധിക്കുമോ അത്രത്തോളം നമുക്ക് എല്ലാവർക്കും ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ഇനിയും ഭഗവാൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. കർക്കിടക മാസം തുടങ്ങാനായിട്ട് പോകുകയാണ്. ഇന്നിപ്പോൾ ബുധനാഴ്ച, നാളെ വ്യാഴം, മറ്റന്നാൾ വെള്ളിയാഴ്ചയാണ് കർക്കിടക മാസം ആരംഭിക്കുന്നത്. രാമായണ മാസം എന്ന് പറയുന്ന വളരെ ഭംഗിയായിട്ട് ശ്രേഷ്ഠമായിട്ട് ആചരിക്കേണ്ട ഒരു പുണ്യമാസമാണ് കർക്കിടക മാസം. അപ്പോൾ കർക്കിടകം തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ വീടുകളിൽ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കുറച്ച് ചിട്ടവട്ടങ്ങളുണ്ട്. ചിലർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും, പക്ഷെ അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം. കാരണം അങ്ങനെ ഒരു പുണ്യമാസമാണ് നമ്മൾ വരവേൽക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ കുടുംബത്തിലെ ഒരു കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ ആ കുഞ്ഞിനെ വരവേൽക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ഒരുക്കങ്ങൾ ഉണ്ടാക്കി വെക്കും, എന്തൊക്കെ തയ്യാറെടുപ്പുകൾ ചെയ്യും. അതേപോലെ തന്നെ ഒരു വിശേഷപ്പെട്ട മാസം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാനായിട്ട്, ഭഗവാനെ സേവിക്കാനായിട്ട് വൈശാഖ മാസം പോലെ തന്നെ ഒരു മാസം വരുമ്പോൾ അതിന് നമ്മൾ മുന്നൊരുക്കങ്ങൾ കുറച്ച് ചെയ്യണ്ടേ. അപ്പോൾ ആ ചിട്ടകളെക്കുറിച്ച് നിർബന്ധമായിട്ട് നമ്മുടെ വീടുകളിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, അതേപോലെ തന്നെ ഈ രാമായണ മാസം എങ്ങനെയൊക്കെയാണ് ആചരിക്കേണ്ടത്, ഫലവത്തായ രീതിയിൽ നമുക്ക് എങ്ങനെ ആചരിക്കാം, അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം തന്നെ ഇന്ന് ബുധനാഴ്ചയാണ്. ഇന്നും നാളെയും ഒക്കെ ആയിട്ട് നമ്മുടെ വീടുകളിൽ നമുക്ക് ചെയ്ത് തുടങ്ങേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഏറ്റവും ആദ്യം പറയുന്നത് കേട്ടോ. അപ്പോൾ നാളെയാണ് കർക്കിടക സംക്രാന്തി വരുന്നത്. വെള്ളിയാഴ്ചയാണ് കർക്കിടകം 1-ാം തീയതി വരുന്നത്. അപ്പോൾ നാളത്തെ ദിവസം എല്ലാവരും നേരത്തെ തന്നെ എണീക്കുക. നമ്മൾ സാധാരണ ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടായിരിക്കും. അതിന് പുറമെ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുക എന്നുള്ളതാണ്. അതായത് ചേട്ടാ ഭഗവതിയെ കളഞ്ഞിട്ട് ശ്രീ ഭഗവതിയെ നമ്മുടെ വീട്ടിലേക്ക് വരവേൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വരവേൽക്കേ വേണ്ടൂ, നമ്മുടെ വീട്ടിലേക്ക് തീർച്ചയായിട്ടും ഭഗവതി വരും. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. വീടും പരിസരവും വൃത്തിയാക്കുക. എന്തൊക്കെ തരത്തിൽ നമുക്ക് വൃത്തിയാക്കി അടുക്കും ചിട്ടയിലും വയ്ക്കാനായിട്ട് സാധിക്കുമോ അത്രത്തോളം നമ്മൾ വൃത്തിയാക്കുക. അതായത് പരിസരം കടിച്ചു വാരിയിട്ട് തീയിടുക, ചപ്പുചവറുകളൊക്കെ തീയിടുക, വീടിനകത്തുള്ള ആവശ്യമില്ലാത്ത എല്ലാ വസ്തുക്കളും പുറത്തേക്കാക്കുക. ഇതൊന്നും വേണ്ട, എത്രത്തോളം അതായത് ഒഴിഞ്ഞ സ്ഥലങ്ങൾ എത്രത്തോളം കിട്ടുമോ അത്രത്തോളം വൃത്തിയാക്കിയിട്ട് വെക്കാം. എന്നിട്ട് ആവശ്യമില്ലാത്തതെല്ലാം പുറത്തേക്ക് ഇടുക. അങ്ങനെ വൃത്തിയാക്കുക. തറയൊക്കെ നന്നായി അടിച്ചു വാരി തുടയ്ക്കുക. എന്നിട്ട് കല്ലുപ്പൊക്കെ ഇട്ട വെള്ളത്തിൽ തുടച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ. എന്നിട്ട് മഞ്ഞൾ കലക്കിയിട്ടുള്ള വെള്ളമൊക്കെ തളിക്കുന്നതും വളരെ നല്ലതാണ്, ഐശ്വര്യമാണ്. പുറത്തൊക്കെ ചാണകമൊക്കെ വെള്ളമൊക്കെ തെളിച്ചിട്ട് ശുദ്ധാക്കാറുണ്ടല്ലോ. അങ്ങനെ വീടും പരിസരവും ശുദ്ധമാക്കിയിട്ട് വേണം വെക്കാനായിട്ട്. അത് ഇന്ന് തന്നെ തുടങ്ങാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസം കിട്ടും വൃത്തിയാക്കാനായിട്ട്. മാറാലകളൊക്കെ തട്ടിയിട്ട് അത് പൊടിയൊന്നും ഇല്ലാതെ അത്രയും ഭംഗിയാക്കി വെക്കുക നമ്മുടെ വീട്. കാരണം ഭഗവതിയെ വരവേൽക്കാനുള്ളതാണ്. അപ്പോൾ എത്രത്തോളം ശുദ്ധമാക്കി വെക്കാൻ പറ്റുമോ അത്രത്തോളം ശുദ്ധമാക്കിയിട്ട് വേണം വെക്കാനായിട്ട്. പിന്നെ അടുപ്പൊക്കെയുള്ള വീടുകൾ, അതായത് ഗ്യാസ് അടുപ്പല്ലാട്ടോ പറയുന്നത്, സ്റ്റൗവൊക്കെ ഉണ്ടല്ലോ അതല്ല പറയുന്നത്. അതല്ലാതെ കല്ലുകൊണ്ട് മണ്ണുകൊണ്ടൊക്കെയുള്ള അടുപ്പുകൾ ഉണ്ടായിരിക്കും. അതായത് വീടിൻ്റെ പുറത്തായിട്ട് അടുപ്പുകൾ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഈ പുകയില്ലാത്ത അടുപ്പുകളുണ്ടല്ലോ, സ്റ്റീൽ കൊണ്ടൊക്കെയുള്ള ആ സെറ്റിങ്സ് ഒക്കെ ആയിട്ടുള്ള അടുപ്പുകൾ, ഏത് തന്നെയാണെങ്കിലും ഏറ്റവും ഭംഗിയായിട്ട് വൃത്തിയാക്കുക. ഒരു പൊടിയോ ചൊടിയോ ഒന്നുമില്ലാതെ വൃത്തിയാക്കുക. എന്നിട്ട് ചാണകമൊക്കെ മെഴുകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഐശ്വര്യമാണെന്നാണ് പറയുക. അതിപ്പോൾ കല്ലുകൊണ്ടുള്ള അടുപ്പാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് പറ്റും. ചാണകം കിട്ടുമോ എന്നുള്ള സംശയം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ അത് നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് സാധിക്കും. കാരണം ഒരു ഹൈന്ദവ കുടുംബത്തിലെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ചിട്ടകൾ, കുറച്ച് മര്യാദകൾ, അതെല്ലാം നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചാണകം എന്നൊക്കെ പറയുന്നത് അത്രയും പവിത്രമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് മെഴുകാനൊക്കെ ആയിട്ട് സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലതാണ്.
നല്ലതാണ്. കല്ലുകൊണ്ടുള്ള മണ്ണുകളുണ്ട് അടുപ്പാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനിയിപ്പോൾ ഈ സ്റ്റീൽ അടുപ്പാണെങ്കിലും, അതായത് പുകയില്ലാത്ത അടുപ്പാണ് ഉദ്ദേശിക്കുന്നത്, അതല്ലാതെ നമ്മൾ ഗ്യാസ് അടുപ്പല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്, അതിലും വളരെ ലൈറ്റായിട്ട് നമുക്ക് ചാണകമൊക്കെ തേച്ച് കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണെന്നാണ് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് വെക്കേണ്ടത് അടുക്കളയാണ്. അതും അടുപ്പിന് ഇപ്രകാരം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഏറ്റവും ആദ്യം നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ചേട്ടയെ കളയുക എന്നുള്ള ഒരു സങ്കല്പമുണ്ട്. എല്ലാം വൃത്തിയാക്കിയിട്ട് ആ അശുദ്ധമായത് അശുഭകരമായത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക എന്നാണ്. അപ്പോൾ മുറവും ചൂലും ഒക്കെ ആയിട്ട് വീടിന് പുറത്ത്, അതായത് ഇപ്പോൾ ഫ്ലാറ്റുകളിലത്തെ കാര്യമല്ല കേട്ടോ പറയുന്നത്, ഫ്ലാറ്റുകളിൽ തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കില്ല. അതല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് സ്ഥലമുണ്ട്, വീടുള്ളവരൊക്കെ ഉണ്ടല്ലോ, വീടിന് പുറത്ത് നടന്നിട്ട് ആ ചേട്ടയെ കളയുന്ന സങ്കല്പത്തിൽ ചൂലൊക്കെ പുറത്തേക്ക് ആക്കിയിട്ടിട്ട് കുളിച്ച് വൃത്തിയായിട്ട് വേണം വീട്ടിലേക്ക് കയറാൻ. അപ്പോൾ ഈ വക വൃത്തിയാക്കൽ ചടങ്ങുകളൊക്കെ നേരത്തെ തന്നെ, അതായത് സന്ധ്യ ആവുന്നതിന് മുൻപ് വൈകുന്നേരം ആവുമ്പോഴേക്കും ചെയ്ത് തീർക്കണം. എന്നിട്ട് അതായത് വിളക്ക് കഴുകി വെക്കുക, പൂജാമുറിയൊക്കെ തുടച്ച് വൃത്തിയാക്കുന്ന, അതായത് തുടയ്ക്കുന്ന കൂട്ടത്തിലെ പൂജാമുറി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് വിളക്കുകളൊക്കെ കഴുകി വെക്കുക. അതായത് എല്ലാ വൃത്തിയാക്കൽ ചടങ്ങുകളും വൈകുന്നേരം വിളക്ക് കൊളുത്തുന്നതിന് മുൻപായിട്ട് കഴിഞ്ഞിരിക്കണം. എന്നിട്ട് കുളിച്ച് വൃത്തിയായിട്ട് ശുദ്ധമായ വസ്ത്രം അണിഞ്ഞിട്ട് വേണം വിളക്ക് കൊളുത്താനായിട്ട്. ഇന്ന് കർക്കിടക സംക്രാന്തി ആയിട്ടുള്ള വ്യാഴാഴ്ച, അതായത് നാളത്തെ ദിവസമാണ് അങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ ചെയ്തു തുടങ്ങിയാൽ, ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഇന്ന് തന്നെ ചെയ്തു തുടങ്ങിയാലാണ് വൃത്തിയാക്കൽ ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് ചിലപ്പോൾ നിർവഹിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എത്രയും നേരത്തെ തുടങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ തുടങ്ങാം. പിന്നെ ഇപ്രാവശ്യത്തെ കർക്കിടകം 1-ാം തീയതി വരുന്ന വെള്ളിയാഴ്ചയും കൂടിയാണ്. അപ്പോൾ 30 വെള്ളിയാഴ്ചയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ 30 വെള്ളിയാഴ്ച, അതായത് കർക്കിടകത്തിലെ 30 വെള്ളിയാഴ്ച ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് 1-ാം തീയതി ചെയ്യണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ കൂടെ ഒരുക്കി വെക്കണം. അതായത് അഷ്ടമംഗല്യം, ഭഗവതി വരവേൽക്കാനായിട്ട് അഷ്ടമംഗല്യ തട്ടിലെ, അതിന് മുൻപ് പറഞ്ഞിട്ടുണ്ടോ, മഞ്ഞൾ, കൺമഷി, ചാന്ത്, വസ്ത്രം, അങ്ങനെ നിരവധി സാധനം. ചാന്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുക്കുറ്റി ചാന്തും കൂടെ വെക്കാം. അതായത് ഭഗവതി വന്നു കഴിഞ്ഞാലും ഭഗവതിക്ക് മുക്കുറ്റി ചാന്ത് തൊടണ്ടേ. അപ്പോൾ മുക്കുറ്റിയൊക്കെ പറിച്ചു കൊണ്ട് വന്നിട്ട് കുറച്ചധികം ഇലകളൊക്കെ എടുത്ത് അതിൻ്റെ വേരൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കയ്യിലിട്ടിട്ട് നന്നായി ഇങ്ങനെ എന്താ പറയുക, നന്നായി ഇങ്ങനെ ഉരച്ചിട്ട് ആ ചാന്തൊക്കെ തയ്യാറാക്കി വെക്കുക. നമ്മളും തൊടുന്നത് വളരെ നല്ല, പ്രത്യേകിച്ച് നെറ്റിയിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് മുക്കുറ്റിക്ക്. മുക്കുറ്റി ഒരു ഔഷധമാണല്ലോ. അതേപോലെ തന്നെ ദശപുഷ്പങ്ങൾ, ഇത് പണ്ടൊക്കെ പാടത്ത് പറമ്പുകളിലൊക്കെ നിരവധിയായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. തിരിച്ചറിയാനായിട്ടും സാധിക്കും, എല്ലാവർക്കും അറിഞ്ഞിരുന്നു. പക്ഷെ ഇന്നത് പലർക്കും അറിയില്ല, ദശപുഷ്പങ്ങൾ ഏതൊക്കെയാണെന്ന് പോലും അറിയില്ല. അപ്പോൾ കറുകയുണ്ട്, പൂവാങ്കുറുന്നില, കയ്യുന്നി, അങ്ങനെയുള്ള പുഷ്പങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ നേരത്തെ തന്നെ പൊട്ടിച്ചു കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ നമുക്കത് തലയിൽ ചൂടിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കറുകയുടെ നീരൊക്കെ വെച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ കാച്ചിക്കഴിഞ്ഞാൽ, ഇതെല്ലാം തലമുടിയുടെ സംരക്ഷണത്തിനും കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ദശപുഷ്പങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുക, മുക്കുറ്റി ചാന്തൊക്കെ തയ്യാറാക്കിയിട്ട് വെക്കുക. പിന്നെ കർക്കിടകത്തിലെ 30 വെള്ളിയാഴ്ചയാണ് ഈ പത്തിലക്കറിയൊക്കെ കൂട്ടുക. മുൻപ് ഞാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, പത്തിലക്കറി കൂട്ടേണ്ട ദിവസം കർക്കിടകത്തിൽ 30 വെള്ളിയാണ്. അപ്പോൾ അതും എല്ലാം തയ്യാറാക്കി കൊണ്ടുവന്ന് വെക്കണം. അതേപോലെ തന്നെ ഔഷധക്കഞ്ഞി, പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ തണുപ്പ്, ആ കൊരിച്ചൊരിയുന്ന മഴ, ഇതിലൊക്കെ നമ്മുടെ ശരീരം ഇളപ്പെടുന്ന സമയമാണെന്നാണ് പറയുക. അപ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണ്ട് കാലത്ത് ആളുകൾ ചെയ്തിരുന്നത്. അപ്പോൾ ഔഷധക്കഞ്ഞി കുടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഔഷധക്കഞ്ഞി എന്ന് പറയുമ്പോൾ അതിനുള്ള ഔഷധക്കൂട്ടുകളൊക്കെ അതായത് പറമ്പുകളിൽ നിന്നൊക്കെ ശേഖരിച്ചിട്ടായിരുന്നു പണ്ട് കാലത്ത് ചെയ്തിരുന്നത്. പക്ഷെ ഇന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് നമുക്ക് എവിടെ നിന്നാണോ അത് ലഭിക്കുന്നത് അവിടെ നിന്ന് വാങ്ങിയിട്ട് അതിൻ്റെ കൂട്ടുകളായിട്ട് ഇപ്പോൾ ലഭിക്കും. വളരെ എളുപ്പമാണ് ഔഷധക്കഞ്ഞിയൊക്കെ ഇപ്പോൾ തയ്യാറാക്കാനായിട്ട്. അങ്ങനെയൊക്കെ കഴിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഈ തലേദിവസം തന്നെ ഒരുക്കി വെക്കണം. കാരണം 30 വെള്ളിയാഴ്ച വരുന്നത് കർക്കിടക മാസം 1-ാം തീയതിയാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൈലാഞ്ചി അണിയുന്നതാണ്. അത് കയ്യിലും കാലുകളിലും മൈലാഞ്ചി അണിയണം, പ്രത്യേകിച്ച് കാലുകളിൽ അണിയുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ വളംകടി എന്നൊക്കെ പറയില്ലേ, മഴക്കാലത്ത് ഉണ്ടാകുന്ന കാലുകളിലൊക്കെ ഉണ്ടാകുന്ന, പുറത്തൊക്കെ നടന്ന് ജോലികൾ ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അസുഖമാണത്. അപ്പോൾ അതും ഈ മൈലാഞ്ചിയുടെ നീര് അതിനെ ഭേദമാക്കാനുള്ള ശക്തിയുണ്ട്. അതിന് ഔഷധമാണ് മൈലാഞ്ചി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മൈലാഞ്ചിയൊക്കെ ഇടുന്നത് പ്രത്യേകിച്ച് മഹാലക്ഷ്മിക്കൊക്കെ വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ, പെൺകുട്ടികളൊക്കെ കയ്യിൽ മൈലാഞ്ചിയൊക്കെ അണിഞ്ഞുകൊണ്ട് ഈ ഒരു കർക്കിടക മാസത്തെ വരവേൽക്കുകയാണെങ്കിൽ ഏറ്റവും ശുഭകരമാണെന്നാണ് പറയുന്നത്. അപ്പോൾ മൈലാഞ്ചിയൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ട്, ഇപ്പോൾ ട്യൂബാണോ നിങ്ങൾക്ക് ലഭിക്കുന്നത്, മതി
ട്യൂബ് ആയാലും മതി. അല്ലാത്തവര് കിട്ടുന്നവര് മൈലാഞ്ചിയുടെ കയ്യില പൊട്ടിച്ചു കൊണ്ടുവന്നിട്ട് അത് അരച്ച് വെച്ച് കഴിഞ്ഞിട്ട് കയ്യിലൊക്കെ അണിയുന്നത് വളരെ വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ. പിന്നെ എല്ലാ ദിവസവും വളരെ നേരത്തെ എണീറ്റിട്ട് കുളിക്കുക, എല്ലാ ദിവസവും മുക്കുറ്റി ശാന്തി തൊഴുക, എല്ലാ ദിവസവും വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കുക, എല്ലാ ദിവസവും രാമായണം വായിക്കുക. നമുക്ക് പറ്റുന്ന പോലെ ഏതെങ്കിലും ഒരു ഭാഗം വായിക്കുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഈ ദിവസം തുടങ്ങുന്ന സമയത്തെ നമ്മളെപ്പോൾ സ്ത്രീകളാണെങ്കിൽ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടാണ് തുടങ്ങുക. അപ്പോൾ അടുപ്പിലെ ഗണപതിയെ സങ്കല്പിച്ചുകൊണ്ട്, ഗണപതി ഹോമം ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഒരു നാളികേരം, ചെറിയ ഒരു നാളികേരം, നമ്മൾ ചെറുകാനായിട്ട് എടുക്കുന്നതിൻ്റെ ഒരു ചെറിയ 2 നാളികേരപ്പുളി മതിയായിരിക്കും കേട്ടോ. ഒരു കുറച്ച് കഷ്ണം അല്ലെങ്കിൽ ഒരു നുള്ള് ശർക്കരയും കൂടെ എടുത്തിട്ട് ഹോമിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് ഒരു ദിവസം ആരംഭിക്കുന്നത് വളരെ ഐശ്വര്യദായകമാണ്. പ്രത്യേകിച്ച് വീടുകളിൽ ഗണപതി ഹോമം ഈ കർക്കിടക മാസത്തിലൊക്കെ ചെയ്യും. അത് വീടുകളിൽ, ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ നമ്മൾ ചെയ്യിപ്പിക്കുന്നതിനേക്കാളും സ്വന്തം അവരവരുടെ വീടുകളിൽ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ഈ ഗണപതി ഹോമത്തിൽ നിന്നുണ്ടാകുന്ന ആ ഒരു സുഗന്ധം, അതിൻ്റെ പുക, ഇതെല്ലാം നമ്മുടെ വീടുകളിൽ തട്ടിക്കഴിഞ്ഞാൽ നമ്മളിലേക്കും എത്തിക്കഴിഞ്ഞാൽ അത് വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്കൊക്കെ നൽകുന്നത്. അപ്പോൾ ഗണപതി ഹോമം കർക്കിടക മാസത്തിലെ നിരവധി പേര് ചെയ്യാറുണ്ട്. വീടുകളിൽ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണെന്ന് പറയാറുണ്ട്. പിന്നെ രാമായണത്തെക്കുറിച്ചാണ് ഇനി പറയേണ്ടത്. കാരണം ഈ രാമായണ മാസത്തിലാണ് രാമായണം എല്ലാവരും പാരായണം ചെയ്യുന്നത്. എല്ലാ ദിവസവും ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പക്ഷെ രാമായണ മാസത്തിലെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അത് നല്ലതാണ്. രാമായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമസ്യ അയനം എന്നാണ്, രാമൻ്റെ യാത്രയാണ് അതിൽ പറയണത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ജീവിതം എപ്രകാരമാണ് നമ്മൾ ജീവിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, നമ്മൾ ആരെപ്പോലെ ആകണം, ആരെപ്പോലെ ആകരുത്, അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് നിരവധിയായിട്ട് രാമായണത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് രാമായണത്തിന് ഇത്രയേറെ പ്രാധാന്യം വന്നത്. ഇത് രാമായണം എഴുതിയത്, ഏറ്റവും ആദ്യം എഴുതിയത് വാൽമീകി മഹർഷിയാണ്. അദ്ദേഹം എഴുതിയതല്ല, പുത്തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയതാണ് ആധ്യാത്മിക രാമായണം. അതാണ് നമ്മളുടെ, അതായത് കേരളത്തിലുള്ളവരെ ഫോളോ ചെയ്യുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാൽമീകി മഹർഷി എഴുതിയിട്ടുള്ള രാമായണത്തിലെ അത് ശ്രീരാമൻ, അയോധ്യയിലുള്ള രാജാവാണ് ശ്രീരാമൻ, അതിൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. പക്ഷേ എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ള രാമായണത്തിലെ രാമനെ ഒരു ദൈവിക പരിവേഷമുണ്ട്, ഈശ്വരനാണ് രാമൻ. അതാണ് വ്യത്യാസം. അപ്പോൾ ഈ എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ള രാമായണമാണ് നമ്മൾ ഫോളോ ചെയ്യണത്. ഇനി രാമായണം നമ്മൾ വായിക്കുന്ന സമയത്ത്, രാമായണം വായിക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് നിബന്ധനകൾ, നിയമങ്ങളൊന്നും ഇല്ല എന്നാണ് പറയാറുള്ളത് കേട്ടോ. ഏത് സമയത്ത് വേണമെങ്കിലും രാമായണം വായിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇപ്പോൾ രാവിലെ എണീറ്റ് കുളിച്ചിട്ട് വിളക്ക് കൊളുത്തി വെച്ചിട്ട് വായിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഒരു തട്ടിലൊക്കെ വെച്ചിട്ട് ചമ്രം പടിഞ്ഞിരുന്നു കൊണ്ട് നമുക്ക് രാമായണം വായിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. മുൻപിലൊരു തടുക്ക്, ഒരു പായൊക്കെ വിരിച്ച് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഹനുമാൻ സ്വാമി വന്നിരിക്കുന്നതാണ് പറയുക. രാമനാമം എവിടെയുണ്ടോ അവിടെ ഹനുമാൻ സ്വാമി ഉണ്ടായിരിക്കും. അതുകൊണ്ട് രാമായണം വായിക്കുന്ന എല്ലാവരുടെ കുടുംബങ്ങളിലും ഹനുമാൻ സ്വാമി എത്തും. അപ്പോൾ അദ്ദേഹത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പായ അവിടെ വിരിച്ചിടുന്നത്, അല്ലെങ്കിൽ ഒരു വിരിയെങ്കിലും അവിടെ വിരിച്ചിടണം എന്ന് പറയാറുണ്ട്. അങ്ങനെ ഇരുന്നു കൊണ്ട് രാവിലെ നേരത്തെ കുളിച്ചിട്ട് രാമായണം വായിക്കാം. ഈ രാവിലെ പറ്റാത്തവരുണ്ടായിരിക്കും, ജോലിക്ക് പോകുന്നവരുണ്ടായിരിക്കും. ഉച്ചയ്ക്കാണോ നമുക്ക് ഒഴിവ് കിട്ടുന്നത്, ഉച്ചയ്ക്കാണോ സമയം കിട്ടുന്നത്, ഉച്ചയ്ക്ക് വായിക്കാം. അങ്ങനെ സമയം നിർബന്ധമായിട്ട് എവിടെയും പറയാറില്ല എന്നാണ് ഈ രാമായണത്തിന്റെ പ്രത്യേകത. വൈകുന്നേരമാണോ കിട്ടുന്നത്, കൂടുതൽ പേരും വൈകുന്നേരം അല്ലെങ്കിൽ അത് രാവിലെയൊക്കെയാണ് വായിക്കുക. കാരണം ആ സമയത്തായിരിക്കും ഏറ്റവും സൗകര്യം. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാൽ വൈകുന്നേരം ആയിരിക്കും കുളിച്ച് വിളക്ക് കൊളുത്തിയിട്ട് രാമായണം വായിക്കാനായിട്ട് സൗകര്യം. അപ്പോൾ വൈകുന്നേരം വായിക്കുക. അതാ പറഞ്ഞത്, വായിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. ഇനിയിപ്പോൾ വായിക്കാനായിട്ട് നമുക്ക് ഒട്ടും സമയമില്ലാന്ന് വിചാരിക്കാം. അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടത്? രാമനാമം ജപിക്കുക. രാമനാമത്തിന് ശക്തി എത്ര പറഞ്ഞാലും നമുക്ക് മതിയാകില്ല. അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള നാമമാണ് രാമനാമം എന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ടുള്ള ഒരു കഥ പറയാട്ടോ. അതായത് ഈ രാമായണം പങ്കുവെക്കാനായിട്ട് പോകുകയാണ്. ബ്രഹ്മാവിൻ്റെ അടുത്തുള്ള രാമായണം പങ്കുവെക്കാനായിട്ട് പോകുകയാണ്. അപ്പോൾ ഇതൊക്കെ സ്വീകരിക്കാനായിട്ട് 3 കൂട്ടർ വന്നു. ദേവന്മാർ വന്നു, അസുരന്മാർ വന്നു, മനുഷ്യരും വന്നു. ഈ 3 പേർക്കും തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണം. അത് വീതിച്ചു കൊടുക്കാനായിട്ട് മഹാദേവനെയാണ് ഏൽപ്പിക്കുന്നത്. എന്നിട്ട് മഹാദേവൻ വീതിച്ചു കൊടുക്കുകയാണ്. കോടിക്കണക്കിന് ശ്ലോകങ്ങൾ ഉള്ളതായിരുന്നു ബ്രഹ്മാവിൻ്റെ കയ്യിലുള്ള രാമായണത്തിൽ. അതിങ്ങനെ 30 എന്നുള്ള രീതിയിലായത് 3 ഗുണിതങ്ങളായിട്ട് 3 പേർക്കല്ലേ തുല്യമായിട്ട് വീതിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ വീതിച്ച് അവസാനം ഒരു ശ്ലോകം അധികമായിട്ട് വന്നു. അപ്പോൾ ഈ ശ്ലോകം ആർക്കാണ് കൊടുക്കേണ്ടത്? അപ്പോൾ പറഞ്ഞു ഇത് പിന്നെയും വീതിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു ശ്ലോകത്തിലെ 32 അക്ഷരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 10 അക്ഷരങ്ങൾ വീതം ഈ 3 പേർക്ക് കൊടുത്തു. ദേവന്മാർക്ക്, അസുരന്മാർക്ക്, മനുഷ്യർക്ക് കൊടുത്തു. ബാക്കി 32-ലെ 2 അക്ഷരം ബാക്കിയായിട്ട് വന്നു.
ഈ രണ്ടക്ഷരം ഞാൻ എടുത്തോട്ടെ എന്ന് മഹാദേവൻ ചോദിച്ചു ബ്രഹ്മാവിൻ്റെ അടുത്ത്. അപ്പോൾ എടുത്തോളൂ, കാരണം ഇത്രയും നേരം പങ്കുവെച്ചതിന് ഒരു പ്രതിഫലമായിട്ട് അത് എടുത്തോളൂ എന്ന് പറഞ്ഞു. ഈ രണ്ട് അക്ഷരമാണ് രാമ എന്ന് പറഞ്ഞിട്ടുള്ള അക്ഷരം. അപ്പം അത്രയും മഹത്വമുള്ള അക്ഷരമാണ് മഹാദേവന്റെ കയ്യിലിരിക്കുന്ന ആ രാമനാമം. അദ്ദേഹം നിരവധി തവണ ജപിച്ചുകൊണ്ടേയിരിക്കുകയാണ് രാമനാമം. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് ഈ രാ അല്ലെങ്കിൽ മാ എന്നുള്ള ആ രണ്ടക്ഷരങ്ങൾ ലഭിച്ചിരിക്കുന്നത് ഒന്ന് നമ്മുടെ ഭഗവാന്റെ നാമമായിട്ടുള്ള നാരായണയിൽ നിന്നാണ്. നാരായണ എന്നുള്ള ആ ഒരു നാമത്തിൻ്റെ ബീജാക്ഷരമാണ് രാ എന്നുള്ള അക്ഷരം. അതാണ് ആ ഒരു നാരായണ എന്നുള്ള ഒരു നാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷരം. അതിലെ രായും പിന്നെ മഹാദേവന്റെ മൂലമന്ത്രമായിട്ടുള്ള നമശിവായ അതിലുള്ള ബീജാക്ഷരമാണ് മാ എന്നുള്ള അക്ഷരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷരമാണ് മാ എന്നുള്ള അക്ഷരം. ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള നാമമാണ് രാമ എന്നുള്ള നാമം. ഇത് നന്നായിട്ട് ജപിച്ചോളൂ. അതിന് അത്രയും ഫലമുള്ളതാണ്, അത്രയും പ്രാധാന്യമുള്ളതാണ്, അത്രയും മാഹാത്മ്യമുള്ളതാണെന്നുള്ളത് മഹാദേവൻ പാർവതി ദേവിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം അത്രയും ഫലമുള്ള നാമമാണ് രാമനാമം. അപ്പോൾ രാമായണം ജപിക്കാനായിട്ട്, വായിക്കാനായിട്ട്, പാരായണം ചെയ്യാനായിട്ട് സാധിക്കാത്തവർ എന്ത് ചെയ്യണം? രാമനാമം ജപിക്കുക. എത്രത്തോളം നമ്മൾ നാരായണ നാമത്തിന്റെ മഹത്വം പറയില്ലേ, അതേപോലെ തന്നെ എത്രത്തോളം രാമനാമം ജപിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ, ഏത് സമയത്ത് വേണമെങ്കിലും ജപിക്കാം രാമ 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 എന്നുള്ളത്. അങ്ങനെ ജപിച്ചോളും. ഇനിയിപ്പോൾ കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കുമോ? ഇത് ചിലപ്പോൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് രാമായണം പാരായണം ഇപ്പോൾ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അത് കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അത്രയും നല്ലതാണ്. അതേപോലെ തന്നെ ശ്രീരാമസ്വാമിയുടെ ഫോട്ടോ, ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും താഴെ എന്താ പറയുക നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന, തൊഴുതുകൊണ്ടിരിക്കുന്ന ഹനുമാന്റെയും ഫോട്ടോയും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. പൂജാമുറിയിലൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. ഒപ്പം ഹനുമാനെയും സേവിക്കുക. ഹനുമാൻ ഇഷ്ടപ്പെട്ട വഴിപാടുകൾ, ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടെ വഴിപാടുകൾ ചെയ്യുക. ഹനുമാൻ ചാലിസയൊക്കെ ചൊല്ലാൻ അറിയുന്നവർ ചൊല്ലുക, അല്ലെങ്കിൽ കേൾക്കുന്നത് പോലും അതിൻ്റെ അത്രയും ഫലം നൽകുന്നതാണ് പറയുക. അപ്പോൾ ഹനുമാനെ ഭജിക്കുന്നതിലൂടെയും ഈ പ്രാർത്ഥനകളെല്ലാം ചേരുന്നത് എവിടേക്കാണ്? ശ്രീരാമനിലേക്കാണ്. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് പോലെ ഏറ്റവും ഭംഗിയായിട്ട് ഈ ഒരു രാമായണ മാസം ആചരിക്കാം. പിന്നെ തുടക്കം മുതൽ വായിക്കുന്നവരുണ്ട്, സപ്താഹമായിട്ട് വായിക്കുന്നവരുണ്ട് രാമായണം. അതായത് 7 ദിവസങ്ങളിൽ വായിച്ചു തീർക്കുന്നവരുണ്ട്, 1 മാസം കൊണ്ട് വായിച്ചു തീർക്കുന്നവരുണ്ട്. ചിലപ്പോൾ ചിലർക്ക് 1 മാസം കൊണ്ട് തീർന്നു വരില്ല. അപ്പോൾ എന്ത് ചെയ്യണം? തീരുന്നത് വരെ തുടർന്നുകൊണ്ടിരിക്കുക. 1 മാസത്തിൽ തീർക്കണമെന്ന് ആരും എവിടെയും പറയുന്നില്ല കേട്ടോ. അത് നമുക്ക് എത്രത്തോളം വായിക്കാൻ സാധിക്കുന്നു അത്രത്തോളം വായിക്കുക. ആ സുന്ദരകാന്ഡമൊക്കെ എല്ലാ ദിവസവും വായിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. തുടക്കം മുതൽ വായിച്ചിട്ട് കുറച്ച് ഭാഗം സുന്ദരകാന്ഡത്തിൽ എല്ലാ ദിവസവും വായിക്കുക. അടുത്ത ദിവസവും സുന്ദരകാന്ഡത്തിൽ കുറച്ച് ഭാഗം വായിക്കുക. നമ്മൾ വായിക്കുന്ന കൂട്ടത്തിൽ സുന്ദരകാന്ഡം എത്തുന്നു, ആ സുന്ദരകാന്ഡം വായിക്കുക, പ്ലസ് ഇതിൻ്റെ കൂടെ വായിക്കുക. അപ്പോൾ ഈ സുന്ദരകാന്ഡം നിരവധി തവണ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അത് വായിച്ചാലുള്ള പ്രത്യേകത എന്താണെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നാക്കുളിക്കില്ല. നമുക്ക് നന്നായിട്ട് അക്ഷരം പുറപ്പെടുവിക്കാനും കൂടെ സാധിക്കും സുന്ദരകാന്ഡം വായിച്ചു കഴിഞ്ഞാൽ. ഉത്തരരാമായണമൊക്കെ ഉണ്ട് കേട്ടോ, വായിക്കാനായിട്ട് പറ്റുന്നവർ വായിക്കുക. നിർബന്ധമൊന്നും പറയാറില്ല. ചിലർ വായിക്കാറുണ്ട്, ചിലർ വായിക്കാറില്ല. എന്തായാലും എഴുതിയിട്ടുള്ളത് വായിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ വായിക്കുന്നതിൽ വിരോധമില്ല. അല്ലെങ്കിൽ ശ്രീരാമ പട്ടാഭിഷേകം വരെ വായിച്ച് നിർത്തുന്നവരുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ രാമായണം വായിക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് നിബന്ധനകളൊന്നും പറയാറില്ല. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ യുദ്ധങ്ങൾ വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള അതായത് മോശം എന്നല്ല പറയുന്നത്, ആക്രമങ്ങൾ പോലെയുള്ള യുദ്ധങ്ങളൊക്കെ വരുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വായിച്ച് നിർത്താതിരിക്കുക. അതേപോലെ തന്നെ പുതിയൊരു ദിവസം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോഴും അവിടെ നിന്ന് വായിച്ച് തുടങ്ങാതിരിക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ എല്ലാവർക്കും പറ്റുമോ എന്നൊന്നും അറിയില്ല, എന്നാലും അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ച് നിബന്ധനകളൊന്നും രാമായണം പാരായണം ചെയ്യാനായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല കേട്ടോ. പിന്നെ കഴിയുന്നതും കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്നിട്ട് രാമായണം വായിക്കുക. ഇനിയിപ്പോൾ നമുക്ക് തെക്കോട്ട് തിരിഞ്ഞിട്ടേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ ആണെങ്കിൽ വിരോധമില്ല കേട്ടോ. അതാണ് പറഞ്ഞത്, പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും രാമായണത്തിനെ പറയാറില്ല എന്നുള്ളത്. രാമനാമം ജപിക്കാൻ സാധിക്കാത്തവര് സഹസ്രനാമ തത്തുല്യം രാമനാമ ജപം എന്നാണ് പറയണത്. അതാണ് മഹാദേവൻ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നത് രാമനാമത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ചിട്ട്. അപ്പൊ സാധിക്കുന്ന എല്ലാവരും രാമായണം പാരായണം ചെയ്യുക. അത്ര പോലും പറ്റാത്തവര് രാമനാമം ജപിക്കുക. അത്രയേറെ മഹത്വമുള്ള നാമമാണ് രാമനാമം. അപ്പൊ ഈ രാമായണ മാസം മുഴുവനായിട്ട് വളരെ ഭംഗിയായിട്ട് ഭഗവാനെ സേവിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഒപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ശരീരം ഇളപ്പെടുന്ന ഒരു സമയമാണ്. അപ്പോൾ ഔഷധ സേവകൾ, ഇപ്പോൾ ഉഴിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് ആളുകൾ ചെയ്യുന്ന ഒരു സമയമാണ്. കാരണം ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിലാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പണ്ടുള്ള ആളുകൾക്ക് ഈ രാമായണ മാസം അവർ ആചരിച്ചിരുന്നത്, അല്ലെങ്കിൽ രാമായണം പാരായണം ചെയ്തിരുന്നത് അന്ന് മഴയൊക്കെയാണ്, അങ്ങനെയുള്ള കാലഘട്ടമാണ്, ജോലിയൊന്നും ഉണ്ടായിരിക്കില്ല.
അപ്പോൾ ഈ മഴക്കാലത്ത് വീടിനുള്ളിൽ ഒതുങ്ങിയിരുന്നിട്ട് ഭഗവാനെ സേവിക്കുക, അങ്ങനെയായിരുന്നു ഉദ്ദേശം. ഇന്നത് വളരെ വിപുലമായിട്ടാണ് ചെയ്യണത്. എല്ലാം വളരെ നല്ല കാര്യമാണ്. ഭഗവാനെ സേവിക്കുക എന്നാണ് അർത്ഥമാക്കുന്നതിലൂടെയൊക്കെ. അപ്പോൾ ഭഗവാനെ സേവിക്കുക, ഒപ്പം ആരോഗ്യത്തെയും സംരക്ഷിക്കുക. നമ്മുടെ ആരോഗ്യത്തിനായിട്ടുള്ള ഔഷധങ്ങൾ സേവിക്കുക. എല്ലാ ദിവസവും കുളത്തിലൊക്കെ കുളിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. കാരണം പുറത്ത് നല്ല തണുപ്പാണെങ്കിലും കുളത്തിൽ വെള്ളത്തിന് ചൂടുണ്ടായിരിക്കും. അപ്പോൾ കുളത്തിലൊക്കെ കുളിച്ചിട്ട് ഭഗവാനൊക്കെ തൊഴുതിട്ടുള്ള ആ ഒരു ദിവസം അങ്ങനെ ആരംഭിക്കുകയാണെങ്കിൽ എത്ര നല്ല എനർജി നമുക്ക് പ്രദാനം ചെയ്യുന്നു നോക്കൂ. അതുപോലെ തലയിൽ താളിയൊക്കെ തേച്ച് കുളിക്കുക, ഈ പറയുന്ന ഔഷധങ്ങളൊക്കെ സേവിക്കുക. അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം കൂടെ വീണ്ടെടുക്കാനുള്ള ഒരു സമയം കൂടിയാണ്. അപ്പം അതിന് സാധിക്കുന്നവർ പറ്റുന്ന പോലെ അതും ചെയ്യുക. ഒപ്പം ഭഗവാനെയും സേവിച്ചു കഴിഞ്ഞാൽ ഈ കർക്കിടക മാസത്തിലുണ്ടാകുന്ന ദുരിതങ്ങൾ, കള്ളക്കർക്കിടകം എന്നൊക്കെയാണല്ലോ പറയുക, പണ്ട് കാലത്ത് വീണിട്ടുള്ള പേരാണ്, പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പം അങ്ങനെയുള്ള ദുരിതങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് പുതിയൊരു പൊന്നിൻ ചിങ്ങത്തെ നമുക്ക് സമാധാനപൂർവ്വം നമുക്ക് വരവേൽക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് കർക്കിടകത്തിൽ ഭഗവാനെ സേവിക്കുന്നത്, കർക്കിടക മാസം രാമായണ മാസമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ ഭംഗിയായിട്ട് ഈ രാമായണ മാസത്തെ വരവേൽക്കാൻ സാധിക്കട്ടെ, വളരെ ഭംഗിയായിട്ട് രാമായണ മാസത്തെ ആചരിക്കാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് കരുതുന്നു. എല്ലാവർക്കും കൂടെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയിട്ടാണ്. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട്, തൊഴുത വിശേഷങ്ങൾ, അലങ്കാരങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.